എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നോക്കൂ. ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് സ്വകാര്യതയുടെ ലംഘനമാണത്രേ. കടലാസിൽ പ്രിന്റ് എടുക്കുമ്പോഴില്ലാത്ത എന്ത് സ്വകാര്യതയാണ് ഡിജിറ്റൽ കോപ്പിയിലുള്ളത്? CCTV പരിശോധിച്ച സ്ത്രീകളുടെ സ്വകാര്യത നഷ്ടപ്പെടുമത്രേ. സകല കടകളിലും ഷോപ്പിംഗ് മാളുകളിലും റെയിൽവേ ബസ് സ്റ്റേഷനുകളിലും എയർപോർട്ടിലും പെട്രോൾ പമ്പിലും പൊതുനിരത്തിലും വീടുകളിലും വരെ സ്ഥാപിച്ചിരിക്കുന്ന നഷ്ടപ്പെടുത്താത്ത സ്വകാര്യത 5 മിനിറ്റ് പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ നഷ്ടപ്പെടും എന്നാണ് കമ്മീഷൻ പറയുന്നത്. മെഷീനിൽ എങ്ങനെയാണ് ഒരാൾ 2 തവണ വോട്ട് ചെയ്യാന്ന പൊട്ടത്തരം പോലും ചോദിക്കുന്നുണ്ട് കമ്മീഷൻ. കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് തെളിയിച്ചു പറയുന്നതാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കള്ളനോടൊപ്പം തന്നെയാണെന്ന് തെളിഞ്ഞു. ഈ കമ്മീഷനെ നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലും നല്ലത് ഐസിന് പെയിന്റ് അടിക്കുകയാണ്. ആധാർ സിം കാർഡ് എടുക്കാൻ വേണ്ടി മാത്രം, പാസ്പോർട്ട് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം, റേഷൻ കാർഡ് അരിയും പഞ്ചസാരയും വാങ്ങാൻ വേണ്ടി മാത്രം. ഇതൊന്നും പൗരത്വ രേഖയല്ലത്രേ. ഇനി എന്താണ് അംഗീകൃത രേഖ? ശാഖക്കാരുടെ കീബോർഡിലൂടെ പൂച്ച ഓടിയപ്പോ കിട്ടിയ HHG എന്ന അച്ഛന്റെ പേരും വീട്ടു നമ്പറും ID നമ്പറും മാത്രം മതി. പൗരത്വം തെളിഞ്ഞു.